ലോക സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബേഡൻ പവൽ പ്രഭു എന്നും ബി.പി. എന്നും ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സർ റോബർട്ട് സ്റ്റീവൻസൺ സ്മിത്ത് ബേഡൻ പവൽ ആയിരുന്നു. 1857 ഫെബ്രുവരി 22 ബി.പി.യുടെ ജനനം. ബി.പി.യുടെ പിതാവ് റവറൻ എച്ച്.ജി. ബേഡൻ പൗവലും മാതാവ് ഹെൻറിയറ്റയും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെ പിതാവ് മരിച്ചുപോയി. മാതാവിന്റെ പരിചരണത്തിലാണ് ബി.പി. തന്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. കുട്ടിക്കാലത്ത് ബി.പി.യെ സ്റ്റെഫി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1876 തന്റെ 19-ാം വയസ്സിൽ ബി.പി. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്നു. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, റഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവച്ച അദ്ദേഹം ലഫ്റ്റനന്റ് ജനറൽ എന്ന ഉന്നതമായ പദവി വരെ എത്തിച്ചേർന്നു. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്വാൾ എന്ന രാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു പട്ടണമായിരുന്നു മെഫെക്കിങ്. ബോവർ വർഗക്കാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഈ പട്ടണത്തിന്റെ നേരെ ഉപരോധം ഏർപ്പെടുത്തി. 217 ദിവസം നീണ്ടുനിന്ന ഉപരോധത്തിന്റെ ഫലമായി മെഫെക്കിങ്ങിലുള്ളവർക്ക് ആഹാരസാധനങ്ങളും മറ്റും ലഭിക്കാതെ വന്നു. മുന്നണി താവളങ്ങളിലേക്ക് യുദ്ധം ചെയ്യുന്നതിന് മുതിർന്നവർ നിയോഗിക്കപ്പെട്ടപ്പോൾ പട്ടാളത്തിലെ ആഭ്യന്തര കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഒരു കൂട്ടം ബാലന്മാരെ ശേഖരിച്ച് അവർക്ക് ബി.പി. പരിശീലനം നൽകി. ബി.പി.യുടെ സുഹൃത്ത് സർ എഡ്വേർഡ് സെസിൽ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. കുട്ടികളുടെ സത്യസന്ധമായ പ്രവർത്തനവും അവർ പ്രകടിപ്പിച്ച മനോധൈര്യവും ബി.പി.യെ വളരെ സന്തോഷിപ്പിച്ചു. ശരിയായ പരിശീലനം നൽകിയാൽ കുട്ടികൾക്കും മുതിർന്നവരെ പോലെ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന വസ്തുത ബി.പി. മനസ്സിലാക്കി. മെഫെക്കിങ്ങിലെ യുദ്ധവിജയം ബി.പി.യെ ഇംഗ്ലീഷുകാരുടെ കണ്ണിലുണ്ണിയാക്കി മാറ്റി. ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുവന്ന ബി.പി.ക്ക് ബ്രിട്ടീഷ് ജനത രാജോചിതമായ സ്വീകരണം നൽകി. എന്നാൽ ബ്രിട്ടനിലെ യുവാക്കൾ അലസ മനോഭാവമുള്ളവരും ഭാവിയെക്കുറിച്ച് ആശയമില്ലാത്തവരുമായി ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നത് ബി.പി.യെ വളരെ ദുഃഖിപ്പിച്ചു. രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെയും തന്നെ ഭാവിയെ ഇത് അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മെഫെക്കിങ്ങിലെ അനുഭവങ്ങൾ അദ്ദേഹത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന ക്രമത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവരുമായി തന്റെ പരിപാടികളെക്കുറിച്ച് ബി.പി. ആശയവിനിമയം നടത്തി. കുട്ടികളുടെ പ്രവർത്തനശേഷിയും പ്രതികരണവും നേരിൽ കണ്ടറിയുന്നതിനായി അദ്ദേഹം ഇംഗ്ലീഷ് ചാനലിലുള്ള ബ്രൗൺസി ഐലൻഡിൽ വെച്ച് ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള 21 കുട്ടികളെ ഉൾപ്പെടുത്തി 1907 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 8 വരെ ഒരു ക്യാമ്പ് നടത്തി. ഈ ക്യാമ്പിനെ ലോകത്തിലെ ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പായി പരിഗണിക്കാം.
1908 ബേഡൻ പവൽ സ്കൗട്ടിംഗ് കുട്ടികൾക്ക് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലണ്ടിലെ കുട്ടികൾ ഈ പുസ്തകം വായിച്ച് സ്വയം പെട്രോളുകൾ സംഘടിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സ്കൗട്ട് പ്രസ്ഥാനം പെട്ടെന്ന് വളരാൻ ഇത് ഇടയാക്കി. അമേരിക്കൻ പത്രപ്രവർത്തകനായ വില്യം ഡി ബോയ്സ് 1909 ഇംഗ്ലണ്ടിലേക്ക് നടത്തിയ സന്ദർശനം സ്കൗട്ടിംഗ് പ്രസ്ഥാനം അമേരിക്കയിലും വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കി. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന സ്കൗട്ടിംഗ് പ്രസ്ഥാനം ഇന്ന് ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിൽ ഒന്നാണ്. 1909 തന്നെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൗട്ടിംഗ് പ്രസ്ഥാനം സ്വാതന്ത്ര്യാനന്തരം 1950 നവംബർ 7 ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന സംഘടനയായി രൂപപ്പെട്ടു. സ്കൗട്ടിംഗ് ഒരു സാഹോദര്യ സംഘടനയാണ്. ഈ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. ജാതി, മതം, നിറം, ദേശം, കുടുംബസ്ഥിതി ഇവയൊന്നും തന്നെ അവരുടെ സാഹോദര്യത്തിന് തടസ്സമാകുന്നില്ല. മറ്റുള്ളവരെ ഒരു സ്നേഹിതനെ പോലെയാണ് അവർ കരുതുന്നത്. അച്ചടക്കത്തോടെയും നന്മയോടെയും പ്രവർത്തിക്കുവാനും ജീവിത വിജയം കൈവരിക്കുവാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നതാണ് സ്കൗട്ടിംഗ് പരിശീലനം എന്നത് തർക്കമറ്റ വസ്തുത.